വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി ഗോപൻ. വിസ്മയ കേസ് പ്രതിക്ക് ജാമ്യം അനുവദിച്ച് സുപ്രീം കോടതി. സ്ത്രീധന പീഡനത്തെ തുടർന്ന് BAMS വിദ്യാർത്ഥിനിയായ വിസ്മയ ജീവനൊടുക്കിയ കേസിൽ പ്രതി കിരൺകുമാറിന് ജാമ്യം അനുവദിച്ച് സുപ്രീം കോടതി. ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ തീരുമാനമാകുന്നതുവരെ ശിക്ഷാവിധി മരവിപ്പിക്കണമെന്ന ഭർത്താവ് കിരൺകുമാറിന്റെ ആവശ്യം കോടതി അംഗീകരിക്കുകയായിരുന്നു. കേസിൽ തനിക്കെതിരായ ശിക്ഷ മരവിപ്പിക്കണം, ജാമ്യം നൽകണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കിരൺകുമാർ സുപ്രീം കോടതിയെ സമീപിച്ചത്. നേരത്തെ ഇതേ ആവശ്യങ്ങളുമായി കിരൺകുമാർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ 2 വർഷമായിട്ടും ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ തീരുമാനമാകാത്തതിനാലാണ് പ്രതി സുപ്രീം കോടതിയെ സമീപിച്ചത്. കേസിൽ ശിക്ഷിക്കപ്പെട്ട കിരൺകുമാർ നിലവിൽ പരോളിലാണ്. വിസ്മയ ജീവനൊടുക്കിയ കേസിൽ കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി 10 വർഷത്തെ തടവും 12.55 ലക്ഷം രൂപ പിഴയുമാണ് കിരൺകുമാറിന് ശിക്ഷ വിധിച്ചത്. ഇതിന്റെ പ്രൊഫഷണൽ സൂയിസൈഡ് എന്ന് ഡോക്ടർ ഹാരിസ്. എല്ലാ വാതിലുകളും കൊട്ടിയടച്ചപ്പോഴാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പ്രതിസന്ധിയിൽ പ്രതികരിച്ചതെന്ന് ഡോക്ടർ ഹാരിസ് ചിറക്കൽ. ആരോഗ്യ വകുപ്പോ സർക്കാരോ അല്ല ആശുപത്രിയിലെ പ്രതിസന്ധിക്ക് കാരണം, ഉദ്യോഗസ്ഥരാണെന്നും അദ്ദേഹം പറഞ്ഞു. ഗത്യന്തരമില്ലാത്ത ഘട്ടത്തിൽ താൻ നടത്തിയ പ്രൊഫഷണൽ സൂയിസൈഡ് ആയിരുന്നു ഇതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതിന്റെ പ്രൊഫഷണൽ സൂയിസൈഡ് ആണ്. എല്ലാ മാർഗങ്ങളും കൊട്ടിയടയ്ക്കപ്പെട്ടു. എല്ലാം പരാജയപ്പെട്ടപ്പോഴാണ് ഞാൻ അതിലേക്ക് പോയത്. ശിക്ഷാ നടപടികൾ വരുമെന്ന് ഉറപ്പുണ്ട്. ആരെങ്കിലും എതിർക്കുമെന്നായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്. എന്നാൽ ഒരാൾ പോലും എതിർത്തില്ല. ജനങ്ങളും ഇടതുപക്ഷ പാർട്ടികളും ഉൾപ്പെടെയുള്ളവർ പിന്തുണച്ചു. ഞാൻ ചൂണ്ടിക്കാണിച്ചത് എന്താണോ അത് പരിഹരിക്കുക, അല്ലാതെ ആരോഗ്യ വകുപ്പിനെ മോശമാക്കി കാണിക്കുകയോ പ്രതിഷേധ പ്രവർത്തനങ്ങൾ നടത്തുകയോ ജനങ്ങൾക്ക് ചികിത്സയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയോ ഒന്നും ചെയ്യരുത്. അതൊക്കെ ചെയ്താൽ ഞാൻ തെറ്റിദ്ധരിക്കപ്പെടും. ദയവ് ചെയ്ത് അതിൽ നിന്ന് പിന്മാറണം, അദ്ദേഹം അഭ്യർത്ഥിച്ചു. മുഖ്യമന്ത്രി എന്റെ ഗുരുനാഥനാണ്. ഇടതുപക്ഷ സഹയാത്രികൻ എന്ന നിലയ്ക്ക് ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് അദ്ദേഹം. എന്നെ എന്ത് ചെയ്താലും അദ്ദേഹത്തോടുള്ള ബഹുമാനത്തിന് ഒരു കുറവുണ്ടാകില്ല, ഹാരിസ് ചിറക്കൽ പറഞ്ഞു. നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കുറയുന്നു. നിർണായക നീക്കവുമായി കേന്ദ്ര സർക്കാർ. രാജ്യത്തെ സാധാരണക്കാർക്കും താഴ്ന്ന വരുമാനക്കാർക്കും ആശ്വാസം നൽകാനുള്ള നടപടികളുമായി കേന്ദ്ര സർക്കാർ. ചരക്ക് സേവന നികുതി സ്ലാബുകളുടെ പുനഃക്രമീകരണത്തിലൂടെ സാധാരണക്കാരുടെ നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറയ്ക്കാനുള്ള നീക്കം കേന്ദ്ര സർക്കാർ ഗൗരവമായി പരിഗണിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. 12% GST സ്ലാബ് പൂർണ്ണമായും ഒഴിവാക്കുകയോ നിലവിൽ 12% നികുതി ചുമത്തുന്ന ഇനങ്ങളിൽ വലിയൊരു പങ്കിനെ 5% സ്ലാബിലേക്ക് മാറ്റുകയോ ചെയ്തേക്കുമെന്നാണ് റിപ്പോർട്ട്. വില കുറയാൻ ഇടയുള്ള സാധനങ്ങൾ ടൂത്ത് പേസ്റ്റ്, ടൂത്ത് പൗഡർ, തയ്യൽ മെഷീനുകൾ, ഇസ്തിരിപ്പെട്ടി, ചെറിയ ശേഷിയുള്ള വാഷിംഗ് മെഷീനുകൾ, സൈക്കിൾ, റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ, സാനിറ്ററി നാപ്കിനുകൾ, ഹെയർ ഓയിൽസ്, കുടകൾ, വാട്ടർ ഫിൽറ്ററുകൾ, പ്യൂരിഫയറുകൾ, പ്രഷർ കുക്കറുകൾ, അലുമിനിയം, സ്റ്റീൽ എന്നിവയിൽ നിർമ്മിച്ച പാചകപാത്രങ്ങൾ, കുറഞ്ഞ ശേഷിയുള്ള വാക്വം ക്ലീനറുകൾ, ചില വാക്സിനുകൾ, പാക്കറ്റിലടച്ച പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയാണ്. ശസ്ത്രക്രിയയെ തുടർന്ന് രോഗി മരിച്ച സംഭവത്തിൽ ചികിത്സാ പിഴവെന്ന് ബന്ധുക്കൾ. ആലുവ രാജഗിരി ആശുപത്രിയിൽ ശസ്ത്രക്രിയ പിഴവിനെ തുടർന്ന് രോഗി മരിച്ചതായി കുടുംബം പറയുന്നു. എറണാകുളം ചോറ്റാനിക്കര സ്വദേശി ബിജു തോമസ് ആണ് മരിച്ചത്. നടുവേദനയ്ക്കുള്ള കീഹോൾ ശസ്ത്രക്രിയയിലെ പിഴവ് കാരണമാണ് രോഗി മരിച്ചതെന്ന് ഡോക്ടർ സമ്മതിക്കുന്ന വീഡിയോ കുടുംബം പുറത്തുവിട്ടു. ബന്ധുക്കളുടെ പരാതിയിൽ ആശുപത്രിക്കെതിരെ ഇടത്തല പോലീസ് കേസെടുത്തു. നടുവേദനയെ തുടർന്ന് കൊച്ചിയിലെ മറ്റൊരു ആശുപത്രിയിൽ നിന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി കഴിഞ്ഞ 25-നാണ് ബിജു തോമസ് രാജഗിരി ആശുപത്രിയിൽ എത്തിയത്. 2 ദിവസം കഴിഞ്ഞ് ന്യൂറോ സർജൻ ഡോക്ടർ മനോജിന്റെ നേതൃത്വത്തിൽ കീഹോൾ ശസ്ത്രക്രിയ ചെയ്തു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം റൂമിലേക്ക് മാറ്റിയെങ്കിലും കടുത്ത വയറുവേദന അനുഭവപ്പെട്ടു. സ്കാനിംഗ് ഒന്നും നടത്താതെ ഡോക്ടർ ഗ്യാസിനുള്ള മരുന്ന് നൽകി. പിറ്റേ ദിവസം വേദന കഠിനമായതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ ആന്തരിക രക്തസ്രാവം കണ്ടെത്തുകയായിരുന്നു. ശസ്ത്രക്രിയക്കിടെ രക്തക്കുഴൽ മുറിഞ്ഞ് ആന്തരിക രക്തസ്രാവം ഉണ്ടായെന്ന് ഡോക്ടർ സമ്മതിക്കുന്ന വീഡിയോ കുടുംബം പുറത്തുവിട്ടിട്ടുണ്ട്. കുടുംബത്തിന്റെ പരാതിയിൽ ഇടത്തല പോലീസ് രാജഗിരി ആശുപത്രിക്കെതിരെ കേസെടുത്തു. രോഗിയെ രക്ഷിക്കാൻ സാധ്യമായതെല്ലാം ചെയ്തു എന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കാനാണ് പോലീസിന്റെ തീരുമാനം. പാലത്തിൽ നിന്നും ചാടിയ യുവാവിന്റെ മൃതദേഹം ലഭിച്ചു. പെൺസുഹൃത്തിനൊപ്പം വളപട്ടണം പാലത്തിൽ നിന്ന് പുഴയിലേക്ക് ചാടിയ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. ബേക്കൽ സ്വദേശിയും പന്തൽ ജോലിക്കാരനുമായ രാജുവിന്റെ മൃതദേഹമാണ് ഇന്ന് കിട്ടിയത്. യുവാവിനൊപ്പം പുഴയിൽ ചാടിയ ഭർത്തൃമതിയായ പെൺസുഹൃത്ത് നീന്തി രക്ഷപ്പെട്ടിരുന്നു.
ഇതിന്റെ വിശദമായ വാർത്ത തേർഡ് ഡിവിഷൻ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. കായിക ലോകം. സഞ്ജുവിനെ ടീമിലെത്തിക്കാനുള്ള ചെന്നൈയുടെ ശ്രമങ്ങൾക്ക് കനത്ത വെല്ലുവിളി. ഇന്ത്യൻ പ്രീമിയർ ലീഗ് 19ാം സീസണിന് മുന്നോടിയായി സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് വിട്ടേക്കുമെന്ന റിപ്പോർട്ടുകൾ വെറും അഭ്യൂഹങ്ങളായി തള്ളാൻ വരട്ടെ. രാജസ്ഥാൻ റോയൽസ് നായകൻ കൂടിയായ സഞ്ജുവിനെ ലക്ഷ്യമിട്ട് ചെന്നൈ സൂപ്പർ കിങ്സ് ഉൾപ്പെടെയുള്ള ടീമുകൾ രംഗത്തുണ്ടെന്ന് ക്രിക്ബസ് റിപ്പോർട്ട് ചെയ്തു. സഞ്ജുവിനെ ടീമിലെത്തിക്കുന്നതിനുള്ള താല്പര്യം ചെന്നൈ സൂപ്പർ കിങ്സിന്റെ തന്നെ പ്രതിനിധിയെ ഉദ്ധരിച്ച് ക്രിക്ബസ് സ്ഥിരീകരിക്കുകയും ചെയ്തു. സഞ്ജു ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് എന്നതായിരുന്നു ഇതുവരെയുള്ള അഭ്യൂഹങ്ങളെങ്കിൽ മലയാളി താരത്തിനായി കൂടുതൽ ടീമുകൾ രംഗത്തുണ്ടെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അതേസമയം ഏതൊക്കെ ടീമുകളാണ് രംഗത്തുള്ളത് എന്ന് പേരെടുത്ത് പരാമർശിക്കുന്നുമില്ല. നമ്മുടെ ആരോഗ്യം നമ്മളിലൂടെ. അച്ചാർ രുചികരമാണെങ്കിലും അമിതമായ ഉപയോഗം ആരോഗ്യത്തിന് നല്ലതല്ല. പൂപ്പൽ തടയാനും രുചി കൂട്ടുന്നതിനുമായി ഉപ്പ്, വിനാഗിരി, എണ്ണ എന്നിവ അമിതമായ അച്ചാറിൽ ചേർക്കുന്നതാണ് ആരോഗ്യത്തിന് ഭീഷണിയാകുന്നത്. വിപണിയിൽ ലഭിക്കുന്ന അച്ചാറുകൾ പ്ലാസ്റ്റിക് ടിന്നുകളിലാണ് സൂക്ഷിക്കുന്നത്. രാസപ്രവർത്തനത്തിലൂടെ വിഷാംശം ഉൽപ്പാദിപ്പിക്കപ്പെടാൻ ഇത് കാരണമാകുന്നു. ഇതും നല്ലതല്ല. രാത്രികാലങ്ങളിൽ അച്ചാർ കഴിക്കുന്നത് അമിതമായ അസിഡിറ്റി ഉണ്ടാക്കും. ഉയർന്ന അളവിലുള്ള ഉപ്പ് രക്തസമ്മർദ്ദത്തിനും ഹൃദയ സംബന്ധിയായ രോഗങ്ങൾക്കും കാരണമാകും. അച്ചാറിലെ അമിതമായ ഉപ്പിന്റെ സാന്നിധ്യം കിഡ്നിയുടെ ജോലിഭാരം കൂട്ടും. കിഡ്നി രോഗമുള്ളവർ അച്ചാർ പൂർണ്ണമായും ഒഴിവാക്കണം. തേർഡ് ഡിവിഷന്റെ ഇന്നത്തെ വാർത്തകളുടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.